السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم: من جلس في مجلس فكثر فيه لغته فقال قبل أن يقوم من مجلسه ذلك: سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك إلا غفر له ما كان في مجلسه ذلك. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ ജലസ ഫി മജ്ലിസി, ആരെങ്കിലും വല്ല സദസ്സിലും ഇരുന്നു, അങ്ങനെ ഫകസുറ ഫീഹി ലഖത്തുഹു, ആ സദസ്സിൽ അവനിൽ നിന്ന് അനാവശ്യ സംസാരങ്ങൾ വർദ്ധിച്ചു. അനാവശ്യ സംസാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ അവന് ഉപകരിക്കാത്ത സംസാരങ്ങൾ. അതിൽ തെറ്റായ സംസാരങ്ങളുണ്ട്, ഒരാവശ്യവുമില്ലാത്ത സംസാരങ്ങളുണ്ട്. അങ്ങനെ അവൻ്റെ ലഖത്ത്, പിഴവുകളും അതുപോലെ തന്നെ വീഴ്ചകളും അനാവശ്യ സംസാരങ്ങളും ഒക്കെ വർദ്ധിച്ചു. ഫഖാല, അങ്ങനെ അവൻ പറഞ്ഞു: ഖബ്ല അൻ യഖൂമ മിൻ മജ്ലിസിഹി ദാലിക, അവൻ്റെ ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ്, അവൻ ആ സദസ്സിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു: സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ, ഇല്ലാ ഗുഫിറ ലഹു, അവനക്ക് പൊറുക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല, പുറത്തു നൽകപ്പെട്ടിട്ടല്ലാതെ ഇല്ല, മാ കാന ഫീ മജ്ലിസിഹി ദാലിക, അവൻ്റെ ആ സദസ്സിലുണ്ടായ ചെറിയ വീഴ്ചകൾ, ചെറിയ ദോഷങ്ങളൊക്കെ, അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന ദോഷങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരും എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം കൂടി ഇരുന്നാലും പിന്നെ അതിൽ പല സംസാരങ്ങളും ഉണ്ടാവും. അതിൽ 99% അനാവശ്യമായ വർത്തമാനങ്ങളാണ് ഉണ്ടാകുക. ആഖിറത്തിൽ ഒരു ഉപകാരവും ചെയ്യാത്ത സംസാരങ്ങളാണ് ഉണ്ടാകുക. അപ്പൊ ആ സംസാരങ്ങൾ പറഞ്ഞ് ആ സദസ്സ് പിരിയുന്നതിന്റെ മുമ്പ് ഈ പറഞ്ഞ ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന ചെറിയ ദോഷങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമൂലം പുറത്തു തരും. അതേസമയം വലിയ ദോഷങ്ങൾ ഉണ്ടാകും, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ ഉണ്ടാകും. അത് അവരോട് പൊരുത്തപ്പെടിക്കണം, ന്യായമായ തൗബ വേണം. ഇപ്പോ വ്യഭിചാരോപണം അത് വലിയ കുറ്റമാണ്, കബീറത്താണ്. അപ്പൊ അതിൻ്റെതായ തൗബയും കാര്യങ്ങളും ഒക്കെ വേണം. ചെറുദോഷങ്ങൾ പൊറുക്കാനുള്ള ഒരു അമലാണ് ഈ ദിക്ർ ചൊല്ലിയിട്ട് സദസ്സ് പിരിഞ്ഞാൽ ആ സദസ്സിൽ ഇവനിൽ നിന്നും വന്നുപോയ വീഴ്ചകൾ, ആ അനാവശ്യമായ സംസാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.